ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നടപടി തുടങ്ങി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ, ചെറുതന, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ താറാവ് വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കും. താറാവ് 7000 താറാവ് കുഞ്ഞായിരുന്നു എനിക്ക്. അതിൽ ഇപ്പോൾ മാത്രം ചത്തുപോയെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ 7500 താറാവുകളെ കൊന്നെടുക്കുമോ? കൊന്നൊടുക്കുമെന്നുള്ളത് ഇപ്പം നമുക്കറിയത്തില്ല. അവരുടെ നിയമം എങ്ങനെയാണെന്നുള്ളത് ആ രീതിയിലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ സർക്കാരിൻ്റെ. നമുക്കല്ലാതെ ഒന്നും ഇതിപ്പം വന്നുപോയി. ചൂടിൻ്റെ പ്രശ്നമാണെന്ന നമ്മുടെ ഒരു വിശ്വാസം. ഒരു ആത്മഹത്യ വക്കിൽ നിൽക്കുക ഇങ്ങനെയുള്ള പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി. അദ്ദേഹം അങ്ങ് ഇത് വർഷങ്ങളായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ഒരു പ്രശ്നമാണ്. വേറെ തൊഴിൽ അറിയത്തില്ല. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, നേരത്തെയും ഒന്നിലധികം തവണ ആലപ്പുഴയിൽ ഇങ്ങനെ പക്ഷിപ്പനി ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ ആവർത്തനം എന്തുകൊണ്ടുണ്ടാകുന്നു? കൂടാതെ പ്രതിസന്ധിയിലായ താറാവ് കർഷകർ എന്താണ് പറയുന്നത്? നിരത്തിൽ ശാസ്ത്രീയമായൊരു വിശദീകരണം എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ചെറുതന പഞ്ചായത്തിൽ നിന്നും അയച്ച 3 സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിൽ അയച്ചപ്പോഴാണ് ആ 3 സാമ്പിളുകളും പോസിറ്റീവായത്. H5N1 വൈറസാണ്. ഇത് മനുഷ്യരിലേക്ക് നിലവിൽ പടർന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടില്ല. മനുഷ്യരിലേക്ക് അതുകൊണ്ട് തന്നെ പടരാനുള്ള സാധ്യത ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും മൃഗസംരക്ഷണ വകുപ്പും കള്ളിങ്ങടക്കമുള്ള നടപടികളിലേക്ക് അടുത്ത ദിവസം നാളെ കള്ളിങ്ങടക്ക നടപടികളിലേക്ക് നീങ്ങും. അതായത് താറാവുകൾ, ഈ എഫക്റ്റഡ് ഏരിയയിലുള്ള താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കും. 1 കിലോമീറ്റർ പരിധിയിലുള്ള മുഴുവൻ താറാവുകൾ, അതായത് വളർത്തു പക്ഷികളടക്കം കോഴി, താറാവ്, വീട്ടിൽ വളർത്തുന്ന അരുമ പക്ഷികളടക്കം മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കുന്ന രീതിയാണ് കള്ളിങ്. ഒപ്പം തന്നെ 1.5 കിലോമീറ്റർ പരിധിയിൽ വരുന്ന കർഷകരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ പ്രതിരോധ മരുന്നും മാസ്കും ഒക്കെ തന്നെ കൈമാറും. നിലവിൽ നമ്മൾ ആദ്യം പ്രതികരണം കണ്ടത് ആലപ്പുഴ എടത്വ പഞ്ചായത്ത് 1-ാം വാർഡിലെ ഒരു കർഷകരാണ്. കൊച്ചുമോൻ്റെ കൃഷിയിടത്തിൽ, അതായത് 7500ഓളം താറാവുണ്ട്. ഏകദേശം 6 ലക്ഷം രൂപയോളം മുടക്കിയാണ് താറാവിൻ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി ഇത്രയും രൂപ ചെലവാക്കിയത്. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പക്ഷിപ്പനിയിൽ ആ മുഴുവൻ താറാവിനെയും കൊല്ലേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. 3 പഞ്ചായത്തുകളാണ്, ചമ്പക്കുളം, എടത്വ, ചെറുതന. ഈ 3 പഞ്ചായത്തുകളുള്ളിൽ ഈ താറാവ് വിൽപ്പനയ്ക്ക് കൂടി നിയന്ത്രണം വന്നിട്ടുണ്ട്. അതായത് താറാവിൻ്റെ ഇറച്ചി, ഒപ്പം തന്നെ കാഷ്ടമടക്കമുള്ള കാര്യങ്ങൾ മറ്റ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതെടുക്കുന്നതിൽ അതിൻ്റെ ഇടപെടലിൽ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ആയിരിക്കും ഈ താറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന കള്ളിങ്ങടക്കമുള്ള നടപടികളിലേക്ക് ദ്രുതകർമ്മസേന നീങ്ങുക. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.